നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഏപ്രിൽ മാസം 18-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 5-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 28-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:15 എന്ന സമയമാണ്. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ വൈകുന്നേരം 6:28 വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പകൽക്കാലം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പ്രകാശപൂരിതമാക്കുവാൻ വേണ്ടി പകലോൺ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:15. ഈ 6:15 സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചുയർന്ന് ഈ കേരളത്തെയും ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും 27 നക്ഷത്ര ജാതകരെയും ജീവജാലങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം പഞ്ചമി തിഥിയിൽ കൂടിയാണ് യാത്ര തുടരുക. ഏറ്റവും നല്ല തിഥിയാണ് പഞ്ചമി തിഥി. ഈ പഞ്ചമി തിഥിയിൽ കൂടി സൂര്യദേവൻ യാത്ര തുടരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 5:05 വരെ പഞ്ചമി തിഥിയിൽ കൂടിയാണ് യാത്ര തുടരുക. പിന്നീട് ഷഷ്ടി തിഥിയിലേക്ക് കടന്നു ചെന്ന് ഷഷ്ടി തിഥിയിൽ കൂടി യാത്ര ചെയ്ത് വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ അല്പം മങ്ങിയ നിലാവുള്ളൊരു രാത്രിയുമായിട്ട് ഈ പ്രകൃതിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ നിശബ്ദതയുടെ ശാന്തതയുടെ ഒരു തുറമുഖത്തേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എല്ലാവർക്കും സുഖമായി വിശ്രമിക്കുവാൻ കിടന്നുറങ്ങുവാൻ ഒരു രാത്രിയെ ഈ പ്രകൃതിക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം കേട്ട നക്ഷത്രമാണ്. സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ അങ്ങനെ ഉദയാൽപരം നക്ഷത്രമായിട്ട് ജ്യോതിഷം പറയുന്നത് കേട്ട നക്ഷത്രത്തെയാണ്. കേട്ട നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം രാവിലെ 8:22 വരെ ഉണ്ടായിരിക്കും. 8:22 മുതൽ മൂലം നക്ഷത്രമാണ് ആരംഭിക്കുക. മൂലം നക്ഷത്രമാണ് വെള്ളിയാഴ്ച ദിവസം കൂടുതലായിട്ടും 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 8:22 മുതൽ ശനിയാഴ്ച ദിവസം രാവിലെ 10:22 വരെയാണ് മൂലം നക്ഷത്ര സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മൂലം നക്ഷത്ര ജാതകരാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. മൂലം നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് വെള്ളിയാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വരുന്നത്. അത് അനുകൂലമായ അനുഭവങ്ങളാകാം, പ്രതികൂലമായ അനുഭവങ്ങളാകാം, സാധാരണ അനുഭവങ്ങളാകാം. അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം മൂലം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ രേവതി, അശ്വതി, ചിത്തിര, വിശാഖം, മകം, പൂരം, തൃക്കേട്ട. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. രേവതി, അശ്വതി, ചിത്തിര, വിശാഖം, മകം, പൂരം, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് പറയുന്നു. ഒരു പക്ഷേ നക്ഷത്രഫലം പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള അനുഭവങ്ങൾ മോശമായി വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ 12 ഭാവങ്ങളാണ്. 12 ഭാവങ്ങളെ 12 ജീവിതാനുഭവങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറയുന്നത്. അനുകൂലമായ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നു, 100-ൽ നിന്ന് 90 മാർക്ക് മേടിക്കും. ആ കുട്ടി പാസ്സാണ്, ഉന്നതമായ വിജയമാണ്. 10% മാർക്ക് ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നക്ഷത്രഫലം പറയുമ്പോൾ ഈ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവശങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അനുകൂലമായ അനുഭവങ്ങളെന്ന് പറഞ്ഞു, നക്ഷത്രഫലം പറഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ അത് 12 വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് നക്ഷത്രഫലം പറയുന്നത്. അതാണ് 12 കൂറ്. അത് പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നെന്നിരിക്കാം. എങ്കിലും ഏറ്റവും മെച്ചപ്പെട്ട അനുഭവങ്ങൾ, ഏറ്റവും നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് രേവതി, അശ്വതി, ചിത്തിര, വിശാഖം, മകം, പൂരം, തൃക്കേട്ട എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ, സൂക്ഷിക്കേണ്ട നാളുകാർ, വെള്ളിയാഴ്ച ദിവസം സൂക്ഷിക്കേണ്ട നാളുകാർ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, അത്തം, അനിഴം, ചോതി. ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാം. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോയപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ജോലിക്ക് പോയത്. അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എന്നും ചെയ്യുന്ന ജോലിയാണ്, എനിക്കതൊരു വിഷയമല്ല, എന്നും കൈകാര്യം ചെയ്തതാണെന്ന് പറഞ്ഞൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു അപാകത പറ്റാം, ഒരു കംപ്ലൈൻറ്റ് പറ്റാം. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കും. നമുക്ക് ധനനഷ്ടം ഉണ്ടായിട്ടില്ല, ഭാര്യയായിട്ട് വഴക്ക് പിടിച്ചിട്ടില്ല, മറ്റാരുമായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അവിടെ സംഭവിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി, അല്ലെങ്കിൽ അവിടെ ഒരു മറ്റുള്ളവരുടെ ഒരു ശാസന കേൾക്കുന്ന വിധത്തിലുള്ള ഒരു പോരായ്മ നമ്മളിലുണ്ടാവും, ഒരു തെറ്റും ഉണ്ടാവും.
അപ്പോൾ അത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചല്ല പോകുന്നത്. കാരണം എന്താണ്, ഞാൻ എന്നും ചെയ്യുന്ന ജോലിയാണ്, എനിക്കതിനകത്ത് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ അതിനകത്ത് വിദഗ്ധനാണെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ പക്ഷേ അവിചാരിതമായിട്ട് അവിടെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് വേദനിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് പ്രതികൂലമെന്ന് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ നാളുകാരാണ് സൂക്ഷിക്കേണ്ടത്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, അത്തം, അനിഴം, ചോതി. അത് ഡോക്ടറാണെങ്കിലും എൻജിനീയറാണെങ്കിലും പോലീസുകാരാണെങ്കിലും ആർക്കാണെങ്കിലും ഒക്കെ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ പറ്റാം. അവർ പിന്നെ വളരെ ദുഃഖിക്കും, വേദനിക്കും, അതിനകത്ത് ഒരുപാട് വിഷമമൊക്കെ അവർ അനുഭവിക്കും. അപ്പോൾ അങ്ങനെയാണ്, അതിനാണ് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭദിനമാണല്ലോ. വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:15 മുതൽ 7:45 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:15 മുതൽ 10:45 വരെയുള്ള സമയവും ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:45 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുക. ജീവിതം കുറേ നാൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരും. ശുഭസമയം നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. അതൊരു ക്രമീകരണമാണ്. ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏത് കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് ഈ ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമായ സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിഥി വെച്ചാണ്. തീയതി 18 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 9 വരും. ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കൂടുതൽ ഉത്തമമായ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകുമെന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നല്ല കമൻറ്റുകളൊക്കെ ചെയ്യണം. മോശമായ കമൻറ്റുകളൊന്നും ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. നല്ലതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നോടും നല്ല രീതിയിലൊക്കെ സഹകരിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുക എന്നുള്ളത്. ധനമില്ലാതെ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ധനം എപ്പോഴും കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എപ്പോഴും ധനം ഒഴുകി എത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്രയും സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മൂലനക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം രാവിലെ 8:22 മുതൽ ശനിയാഴ്ച ദിവസം രാവിലെ 10:22 വരെയുള്ള മൂലനക്ഷത്ര സമയത്ത് മൂലനക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം, തൃക്കേട്ട, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം. ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ പറഞ്ഞ നാളുകാരിൽ കുറച്ച് പേർക്ക് പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ധനം വന്നു ചേർന്നെന്നും പറഞ്ഞ് പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാതിരിക്കത്തില്ല. അപ്പം ഒരാൾ കയ്യിൽ ധനം കിട്ടി, അങ്ങനെ ഇരിക്കപ്പോഴാണ് പെട്ടെന്നൊരു വീട്ടിലൊരു ആപത്തുണ്ടായ, ഒരു ആശുപത്രി കേസ് ഉണ്ടായത്. കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പെട്ടെന്ന് ആശുപത്രിയിൽ പോയി അവർക്ക് ചികിത്സ കൊടുത്തു. ആ പൈസ ഇല്ലായിരുന്നെങ്കിലോ വിഷമിച്ചേനെ. അപ്പം ഇങ്ങനെയാണ് ജീവിതാനുഭവങ്ങൾ പോകുന്നത്. അപ്പോൾ ധനം വന്ന് ചേരും. അപ്പം പ്രതികൂലമായ എനിക്ക് ധനം വന്നു ചേരുമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ധനം വന്നു ചേരും. ഭാഗ്യവശാൽ ധനം നമുക്ക് കിട്ടി. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വയ്യാഴിക വന്നു, പെട്ടെന്ന് അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, വണ്ടി വിളിക്കണം, പൈസ കയ്യിൽ വേണം. അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ട് പൈസ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് അവരുടെ വിഷമത്തേക്കാൾ കൂടുതൽ നമുക്ക് പോസിറ്റീവ് എനർജിയാണ്. എന്താണ്? കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നു വെച്ചാൽ ചിലരൊക്കെ തിരിച്ച് കമൻ്റ് ഇടും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ. ഇനിയും വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർദം, 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറുകാർക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കന്നിക്കുറിൽപ്പെട്ട ഉത്രം, 3/4, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കുറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം, കാൽ, അഞ്ചം, കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള
സാധ്യത കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ആദ്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് ബന്ധുക്കളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും ധനം, സുഖം, കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകളോട് കൂടി പോകുന്നൊരു ദിവസമായിരിക്കുമെന്നുള്ളതാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് കലാകാരന്മാരായിട്ടുള്ളവർക്ക് ശോഭിക്കുന്നൊരു ദിവസമാണ്. ഇവർക്ക് പ്രശസ്തിയും ബഹുമതിയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൽഗുണ സമ്പന്നരായിട്ട് ഇവരൊക്കെ ശോഭിക്കും. ഒട്ടുമിക്ക ആൾക്കാരും ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ സന്തോഷത്തോടുകൂടി പോകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. എങ്കിലും ചിലരുടെ ജീവിതത്തിൽ മാതാവ് മുഖേനയോ അല്ലെങ്കിൽ തൊഴിൽ മുഖേനയോ ദാമ്പത്യ ജീവിതം മുഖേനയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയാഴ്ച ദിവസം വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. കൃഷി, കവിത, കല എന്നിവയിൽ ഒക്കെ ആൾക്കാർ ശോഭിക്കുന്നൊരു ദിവസമാണ്. ധനലാഭം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തോടുകൂടി എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് മിഥുനക്കൂറുകാർ സന്തോഷത്തോടുകൂടി പെൺമക്കളുമായിട്ടുള്ള വളരെ സന്തോഷകരമായ അനുഭവത്തോടുകൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് പലരും പ്രശസ്തി നേടാൻ സാധ്യത ഉള്ളൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം ഇവരെ തുണയ്ക്കുവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഭാഗ്യക്കേടുകളായിട്ട് മാറിപ്പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്ര നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. എന്തെങ്കിലും സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി ഇവർ കടന്നു പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് കൃഷി, സമ്പാദ്യം എന്നിവയിൽ കൂടിയുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരെ സംബന്ധിച്ചോളം അഷ്ടമത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ നിൽക്കുന്നത്. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു പല കാര്യങ്ങളിലും നേട്ടങ്ങൾ തന്നെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാര്യാസുഖം, കുടുംബസുഖം, സന്താനഭാഗ്യം എന്നിവയൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ പോയാലും മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി അത് കലഹത്തിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് ശത്രുക്കൾ മൂലം ദോഷങ്ങളും പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം അനുഭവപ്പെടാൻ ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ബുദ്ധിപരമായ വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും വിജയം അനുകൂലമായി വന്നിരുന്ന ദിവസമാണ്. ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കീർത്തിയും അംഗീകാരവും പ്രശസ്തിയും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. കുടുംബസുഖം, ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു. എന്നാൽ ചിലരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേന നഷ്ടം വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വീട്, വാഹനം, സമ്പത്ത്, ഉയർന്ന ഉദ്യോഗം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ ഈ ശനി 4-ൽ നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ ചിലരൊക്കെ വന്നു ചേരാം. മേൽപ്പറഞ്ഞ നേട്ടങ്ങളൊന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. തടസ്സപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധ്യത വന്നു ചേരുന്നൊരു ദിവസമാണ്. നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയും ധനപരമായ നേട്ടമൊക്കെ വന്നു ചേരാം. ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും ഒരു ശുഭാപ്തി വിശ്വാസം അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായി വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഈ മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള അനുകൂലമായ അനുഭവങ്ങൾ മകരക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക്
പരധനം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വക വഴിയുള്ള അല്ലെങ്കിൽ മാതാവിൻ്റെ വക വഴിയുള്ള ധനം ഒക്കെ സ്വത്തുവകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനപരവിന് സാധ്യതയുണ്ട്. ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടുകയും നല്ല ആരോഗ്യവും സൗന്ദര്യബോധവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. കീർത്തിയും സമ്പത്തും നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്തുകൊണ്ടും അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ചിലരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് ശുക്രൻ അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നല്ല അനുഭവങ്ങളാണ് വന്നു ചേരേണ്ടത്. പക്ഷേങ്കിൽ ജനിച്ച സമയത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാനത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ അധിപനുമായിട്ട് അവരെ ദ്രോഹം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി, കലഹവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അതേ തുടർന്ന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു ജീവിതാനുഭവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.